കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്ന ഹിന്ദു ആചാരപ്രകാരമുള്ള മറ്റൊരു വിഷയം, ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ്? ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ്? ഇപ്പം പലരും ചോദിക്കില്ലേ, ദേവിക്ക് മുല്ലമാല ചാർത്തുന്നുണ്ട് ഇല്ലേ? മാല ഇടാം, പല മാലകളും ഇടാം, തുളസിമാല ഇടാം. ഇപ്പം ലക്ഷ്മിക്ക് തുളസിമാലയല്ലേ ഇഷ്ടം ഇല്ലേ? ലക്ഷ്മി ദേവിക്ക്. കൃഷ്ണന് മഞ്ഞമാലയും ദേവിക്ക് തുളസിമാലയും ഒക്കെ. അപ്പോൾ ഈ ലളിതാംബിക ദേവി, അത് സർവ്വദേവി ഭാവമാണ് ലളിതാംബികയിലുള്ളത്. അതായത് എല്ലാ ദേവീഭാവവും ലളിതാംബികയിലുണ്ട് അല്ലേ? എല്ലാ ദേവീഭാവവുമുള്ള ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ്? അതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. ഓരോ ദേവീദേവന്മാർക്കും ഇഷ്ടപ്പെട്ട പുഷ്പമാലയുണ്ട്. ഭദ്രകാളിക്ക് പുഷ്പമാല, ചുവപ്പ് പുഷ്പമാല ഇഷ്ടമാണ്. ഭദ്രകാളിക്ക് ചുവപ്പ് പുഷ്പമാല ഇഷ്ടമാണ്. മഹാവിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ഇഷ്ടമാണ്. മഹാവിഷ്ണുവിന്. കൃഷ്ണനെയാണെങ്കിൽ ആ തുളസിമാല ഇഷ്ടമാണ്, അല്ലെങ്കിൽ മഞ്ഞമാല, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാലയാണെങ്കിലും കൃഷ്ണന് ഇഷ്ടമാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ ഒന്നാണല്ലോ. മഹാശിവന് ഉള്ള മാല ഏതാണ്? കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല, കൂവളത്തിലെ മാല. ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ്? കറുകമാല. മുരുകന് ചുവപ്പുമാല. മുരുകൻ ചൊവ്വയുടെ ദേവനാണല്ലോ ഇല്ലേ? ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവനല്ലേ മുരുകൻ. അപ്പം ചുവപ്പുമാല മുരുകന് നല്ലതാണ്, ഇഷ്ടമാണ്. അപ്പം ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണെന്നാണ് എൻ്റെ വിഷയം ഇല്ലേ? അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇന്നിന്ന വിഷയങ്ങൾ, ഇന്നിന്ന മാല ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പല ദേവതമാർക്കും പലതരം പുഷ്പങ്ങളാണ് ഇഷ്ടം. അതേപോലെ ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? കദംബമാലയാണ്. അതായത് കദംബമാല. അപ്പം ചില ആൾക്കാർ ചോദിക്കും, ഇതെന്താണ് കദംബമാല? കദംബമാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഇപ്പം മാല കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഇപ്പം ഞാനൊരിക്കൽ ഇപ്പം കഴിഞ്ഞ ഇതിന്, അതായത് വീട്ടിൽ പൂജ വെക്കണ സമയത്ത് ദേവിക്ക് ചാർത്താനായിട്ട് ഒരു കദംബമാല വേണമെന്ന് ഞാൻ പറഞ്ഞു. കദംബമാലമാണ് വേണമെന്ന് പൂജാ പുഷ്പങ്ങൾ വെക്കുന്ന പുഷ്പക്കടയിൽ, പൂക്കൾ വിൽക്കുന്ന കടയിൽ ഒരു മാല വേണമെന്ന് പറഞ്ഞപ്പോൾ കദംബമാല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് അതാണ്. കദംബമാല അതേത് മാലയെന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. അയാൾക്കറിയില്ല, അതുകൊണ്ടാണ് കദംബമാല. ഇപ്പം എന്താണ് ഈ കദംബമാല? അതായത് എല്ലാ തരം പുഷ്പങ്ങൾ കൂടിയതാണ് കദംബമാല. എല്ലാ തരം പുഷ്പങ്ങളും കൂടിച്ചേർന്നിട്ടുള്ള മാല. അപ്പോൾ ആ മാലയിൽ എല്ലാ തരം പുഷ്പങ്ങളും ഉണ്ടാവും. അത് ദേവിക്ക് ഇഷ്ടമാണ്. ലളിത സഹസ്രനാമത്തിൽ 23-ാം ശ്ലോകത്തിലും 73-ാം ശ്ലോകത്തിലും ഇത് എടുത്തു പറയുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ലളിത സഹസ്രനാമം എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി സവിസ്തരം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം? മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി എന്നാണ് പറയുന്നത്. മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി എന്ന് ഒരു ശ്ലോകം ലളിത സഹസ്രനാമത്തിൽ പറയുന്നു. അപ്പൊ കദംബവനം, അപ്പൊ കദംബവനവാസിനിയാണ് ആര്? ദേവി കദംബവനവാസിനി. കദംബവനം എന്ന് പറഞ്ഞാൽ എല്ലാ തരം വൃക്ഷങ്ങളും കൂടിയ വനം, അതാണ് കദംബവനം. അപ്പൊ കദംബവനവാസിനിയാണ് ദേവി. കദംബവനം ദേവിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കാമകലാരൂപ കദംബ കുസുമപ്രിയ എന്ന് ലളിത സഹസ്രനാമം 73-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കാമകലാരൂപ കദംബ കുസുമപ്രിയ എന്ന്. അതായത് കദംബ കുസുമപ്രിയ എന്ന് പറഞ്ഞാൽ കദംബ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല, അത് പ്രിയാണ്. കദംബ കുസുമപ്രിയ എന്നാണ് ദേവിനെ പറയുന്നത്. അപ്പോൾ 73-ാം ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ്? അതിതാണ്, കദംബമാലയാണ്. ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല കദംബമാലയാണ്. അപ്പോൾ ആ മാല ദേവിയെ അണിയിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ലളിതാംബിക ദേവി എല്ലാ ദേവിമാരുടെയും ഭാവം ഉൾക്കൊണ്ടിട്ടുള്ള ആ ദേവിയാണ് ലളിതാംബിക. ലളിതാംബിക ദേവിക്ക് കദംബമാല ഇഷ്ടമാണ്. ഈ വിഷയം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.